വെൽക്കം ടു ബൈനറി ബോർഡ്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3യിലെ ടോപ്പിക്കാണ്. മൊഡ്യൂൾ 3യിലെ ട്രീസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ മൊഡ്യൂൾ 3യിൽ നമുക്ക് ട്രീസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഗ്രാഫിനെ കുറിച്ചിട്ടുമാണ് പഠിക്കാനുള്ളത്. സോ നമുക്കിന്ന് ട്രീസിനെ കുറിച്ച് പഠിക്കാം. ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതുവരെയും ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് കണ്ടു, അതായത് സ്റ്റാക്കിനെ കുറിച്ചിട്ടും ക്യൂവിനെ കുറിച്ചിട്ടും കണ്ടു, അറേസ് കണ്ടു, ലിങ്ക് ലിസ്റ്റ് കണ്ടു. ദെൻ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ട്രീ. സോ അപ്പം ട്രീയുടെയും മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ അല്ലെങ്കിൽ ഡേറ്റ മാനേജ് ചെയ്യാനും കുറച്ചുകൂടി എഫിഷ്യൻ്റ്ലി അല്ലെങ്കിൽ എഫക്റ്റീവ്ലി ഡേറ്റേനെ ഓർഗനൈസ് ചെയ്യാനും മാനേജ് ചെയ്യാനും എന്നുള്ളതാണ്. ദെൻ ട്രീ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? നമുക്ക് ലിങ്ക് ലിസ്റ്റിൽ എന്ന് പറയുമ്പോൾ അവിടെ നോഡുകളെ കണക്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് പോലെയായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമുക്ക് ട്രീ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹൈറാർക്കി ആയിരിക്കും ഉണ്ടാവുക. ഹൈറാർക്കി ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതായത് അവിടെ സം നോഡ്സിന് സം പ്രയോറിറ്റീസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ പല തരത്തിലുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഓപ്പറേഷൻസ്, അതായത് സെർച്ചിങ് ആയാലും സോർട്ടിങ് ആയാലും ഡേറ്റ ഓർഗനൈസ് ചെയ്യുന്നതായാലും ഡേറ്റ ഇൻസേർട്ട് ചെയ്യാനായാലും ഡിലീറ്റ് ചെയ്യുന്നതായാലും അങ്ങനെയുള്ള ഓപ്പറേഷൻസൊക്കെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഡിഫറെൻറ്റ് ഡേറ്റ സ്ട്രക്ചേഴ്സ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നത്. ദെൻ ഒരു ഹൈറാർക്കിക്കലി ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ട്രീ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറാണ്. ദെൻ എന്താണ് ട്രീ? അപ്പോൾ ഡേറ്റ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ് ട്രീ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീ ഡേറ്റ സ്ട്രക്ചറിൽ ഒരു അപ്സൈഡ് ഡൗൺ ട്രീ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഒരു ട്രീ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രാഞ്ചസ് ഉണ്ടാവും, കുറേ ബ്രാഞ്ചസ്, ദെൻ അതെല്ലാം കൂടി നമ്മുടെ സ്റ്റെമ്മ് വഴി ഒരു റൂട്ടിലേക്കായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കമ്പ്യൂട്ടർ സയൻസിൽ ട്രീ എന്ന് പറയുമ്പോൾ കൺസിഡർ ചെയ്യുന്നത് നേരെ തിരിച്ചിട്ടാണ്, ഒരു അപ്സൈഡ് ഡൗൺ ട്രീ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ റൂട്ട് എന്ന് പറയുന്നത് അത് ടോപ്പായിരിക്കും. ദെൻ അതിനുശേഷം അതിൻ്റെ ബ്രാഞ്ചസ് അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന രീതിയിൽ ബ്രാഞ്ചസ് ഉണ്ടാവും. ദെൻ അതിലുള്ള ഓരോ പോയിൻറ്റിനെയും, ആ ട്രീയിലുള്ള ഓരോ പോയിൻറ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് നോഡെന്ന് പറയും. ദെൻ ഈ നോഡ്സിനെ കണക്ട് ചെയ്തിട്ടുള്ള ലൈൻസിനെ വിളിക്കുന്ന പേരാണ് എഡ്ജസ്. സോ അതിൽ ടോപ്പ് നോഡ് എന്ന് പറയുന്നത് ആരായിരിക്കും? റൂട്ട് എന്ന് പറയുന്നതായിരിക്കും. ദെൻ ഈ റൂട്ടിൻ്റെ ചൈൽഡ് നോഡ്സുകളാണ് ഈ പറയുന്ന, അതായത് ഈ റൂട്ടിൽ നിന്നും നമ്മളൊരു എഡ്ജ് വഴി കണക്ട് ചെയ്തിട്ടുള്ള നോഡുകളാണ് ഈ റൂട്ടിൻ്റെ ചൈൽഡ് നോഡ്സ്. അപ്പോൾ ഒരു നോഡ് എന്ന് പറയുമ്പോൾ അതിനൊരു പാരൻറ്റ് നോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന് ചൈൽഡ് നോഡ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഡി എന്ന് പറയുന്ന ഒരു നോഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പാരൻ്റ് എന്ന് പറയുന്ന ആരാണ്? ഈ ബി എന്ന് പറയുന്ന നോഡാണ്. ദെൻ അതിൻ്റെ ചൈൽഡ് നോഡ്സ് ആണ് ഐയും ജെയും. ഇനി എന്താ പറയുക, ഒരു നോഡിന് ഫർദർ ചൈൽഡ് നോഡ്സ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ആ നോഡുകളെ പറയുന്ന പേരാണ് ലീഫ് നോഡ്സ് എന്ന് പറയും. സോ അപ്പോൾ ഇവിടെ ഈ ഐ എന്ന് പറയുന്നതിന് ഫർദർ ചൈൽഡ് ഒന്നും ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഐ എന്ന് പറയുന്നത് എന്താണ്? ലീഫായിട്ട് കൺസിഡർ ചെയ്യാം. സിമിലർലി ജെ എന്ന് പറയുന്നതും ലീഫാണ്. ഓക്കെ. ദെൻ ഒരേ പേരൻറ്റ് നോഡിൻ്റെ അല്ലെങ്കിൽ ഒരേ പേരൻറ്റിൻ്റെ ചൈൽഡ് നോഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് സിബ്ലിങ്സ് എന്ന് പറയും. ഓക്കെ. അതായത് ഇപ്പോൾ ഇവിടെ സി എന്ന് പറയുന്ന പേരൻറ്റിൻ്റെ ചൈൽഡ് നോഡ്സ് ആണ് എഫും എച്ചും. സോ എഫും എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? സിബ്ലിങ്സ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ട്രീ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. സോ അപ്പോൾ അതിൽ നോട്ട്സ് ഉണ്ടാവും, നോട്ട്സിനെ കണക്ട് ചെയ്ത് എഡ്ജസ് ഉണ്ടാവും. ദെൻ സം നോട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ലീഫ് നോട്ട്സുകളായിരിക്കും. ദെൻ പേരൻറ്റ് നോഡുകളുണ്ട്, ടോപ്പ് നോഡ് എന്ന് പറയുന്നതാണ് റൂട്ട്. സോ ഇതാണ് നമുക്ക് ഒരു ഹൈറാർക്കി, ഒരു ഫാമിലി ട്രീൻ്റെ ഒരു ഹൈറാർക്കിയാണ് വരച്ചിരിക്കുന്നത്. അപ്പം അത് ഒരു പാരൻറ്റിൻ്റെ പേര്, പിന്നെ അവിടുത്തെ കുട്ടികൾ, അവരുടെ ഗ്രാൻഡ് ചൈൽഡ്സ്, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹൈറാർക്കിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ ട്രീ എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. So it's an abstract model of hierarchical structure that consists of nodes with a parent-child relationship. അപ്പോൾ ഒരു പേരൻറ്റ് നോഡും ദെൻ ചൈൽഡ് നോഡ്സ് എന്നുള്ളൊരു റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ട്രീ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ ഉപയോഗിക്കാം. ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് നോഡ്സ് ആയിരിക്കും, കുറേ നോഡുകൾ ഉണ്ടാവും. ദെൻ സ്റ്റാർട്ടിംഗ് നോഡിന് നമ്മൾ പറയുന്ന പേരാണ് റൂട്ട് നോഡ് എന്ന് പറയും. ഹിയർ എ ഈസ് ദ റൂട്ട് നോഡ്. എ ആണ് നമ്മുടെ ഇവിടുത്തെ റൂട്ട് നോഡ് എന്ന് പറയുന്നത്.
റൂട്ട് നോഡ്. ദെൻ റൂട്ട് അല്ലാത്ത എല്ലാ നോഡുകൾക്കും എന്തുണ്ട്, ഒരു പേരൻറ്റ് നോഡ് ഉണ്ടാവും. നിങ്ങൾ റൂട്ട് നോഡിനെ നോക്കുകയാണെങ്കിൽ റൂട്ടിനൊരു പേരൻറ്റ് നോഡ് ഇല്ല. സോ പേരൻറ്റ് നോഡ് ഇല്ലാത്ത നോഡിനെയാണ് നമ്മൾ റൂട്ട് നോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ റൂട്ട് അല്ലാത്ത ബാക്കി എല്ലാ നോഡുകൾക്കും ഒരു പേരൻറ്റ് നോഡ് ഉണ്ടാവും. ദെൻ നോഡ്സിന് ഫർദർ ചൈൽഡ് നോഡ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഉണ്ടാവും. ദെൻ ഫർദർ ചൈൽഡ് നോഡ്സ് ഇല്ലാത്തവരെയാണ് നമ്മൾ എന്ന് പറയുക ലീഫ് നോഡ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് ലെവൽസ് ആണ്. ഓരോ ലെവൽസ് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്കിവിടെ ആദ്യം പാത്തുകൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു നോഡ് ഇതാണ് നമ്മുടെ റൂട്ട് നോഡ്. റൂട്ട് നോഡിൽ നിന്ന് നമുക്ക് ചൈൽഡ് നോഡുകൾ വഴി എല്ലാ നോഡുകളെയും നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇവിടുത്തെ ഈ ഒരു റൂട്ട് നോഡിൽ നിന്നും ഒരു പർട്ടിക്കുലർ നോഡിലേക്കുള്ള ആ ഒരു വഴി അല്ലെങ്കിൽ ആ ഒരു എഡ്ജസിൻ്റെ എഡ്ജസിൻ്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുക, പാത്ത് എന്ന് പറയുക. ഇപ്പോൾ എ എന്ന് പറയുന്ന നോഡിൽ നിന്നും ജെ എന്ന് പറയുന്ന നോഡിലേക്ക് എനിക്ക് പോകണമെങ്കിൽ എയിൽ നിന്ന് എന്ത് ചെയ്യണം, സിയിലേക്ക് എത്തണം. സിയിൽ നിന്ന് എനിക്ക് എഫിലേക്ക് എത്തണം. എഫിൽ നിന്ന് ജെയിലേക്ക് എത്താം. സോ അപ്പോൾ എയിൽ നിന്നും ജെയിലേക്ക് പോകാനുള്ള ഒരു പാത്താണ് ഞാനിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ. ദെൻ ഓരോ നോഡ്സും, ഇപ്പോൾ റൂട്ട് നോഡ് എന്ന് പറയുന്നത് ലെവൽ 0-ലായിരിക്കും. റൂട്ടിൻ്റെ ചൈൽഡ് നോഡ്സ് എന്ന് പറയുന്നത് ലെവൽ 1. ദെൻ ആ ലെവൽ 1ൻ്റെ ചൈൽഡ് നോഡ്സ് വരുന്നത് ലെവൽ 2. അങ്ങനെയായിരിക്കും നമ്മൾ ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു നോഡിന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോഡ് നിങ്ങളിപ്പോൾ നോർമലി കണ്ടു, ഒരു നോഡിന് അതിന് പാരൻറ്റ് നോഡ് ഉണ്ടാവും, ചൈൽഡ് നോഡ്സ് ഉണ്ടാവും. സോ നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ, ഒരു നോഡിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ 3 പാർട്സാണ് കോമൺ ആയിട്ട് ഉണ്ടാവുക. അതിൻ്റെ ഡേറ്റ എന്താണ്, അതായത് ആ നോഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്താണ്, അതാണ് ഡേറ്റ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ആ നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ആരാണ്, റൈറ്റ് ചൈൽഡ് ആരാണ്. അപ്പോൾ ലെഫ്റ്റ് ചൈൽഡിലേക്കുള്ള ഒരു ലിങ്കും റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ലിങ്കും ഉണ്ടാവും. സോ നിങ്ങളൊരു നോഡ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിലൊരു ഡേറ്റ പാർട്ട് ഉണ്ടാവും. സോ നമുക്ക് റെപ്രസെൻറ്റ്, നിങ്ങൾ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എനിക്ക് ഡേറ്റ പാർട്ട് ഉണ്ടാവും. ദെൻ ലെഫ്റ്റ് ചൈൽഡിലേക്ക് ഞാൻ LC യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ചൈൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ആണ്. അതായത് LC എന്ന് പറയുന്നത് ഇറ്റ്സ് എ പോയിൻ്റർ ടു നെക്സ്റ്റ് നോഡാണ്. ഈ നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡിലേക്കുള്ള പോയിൻ്ററാണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ചൈൽഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. ദെൻ റൈറ്റ് ചൈൽഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ ഹോൾഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എ റെഫറൻസ് ടു ദ റൈറ്റ് ചൈൽഡ് ആൻഡ് റെഫറൻസ് ടു ദ ലെഫ്റ്റ് ചൈൽഡ്. സോ ഇപ്പോൾ നമുക്കിവിടെ ഈ 1 എന്ന് പറയുന്ന നോഡ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 1 എന്ന് പറയുന്ന ഒരു ഡേറ്റ ഉണ്ടാവും. ദെൻ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിലേക്കും റൈറ്റ് ചൈൽഡിലേക്കുമുള്ള ലിങ്കും അവിടെ ഉണ്ടാവും. ഓക്കെ. സിമിലർലി അതർ നോഡുകളായിട്ടുള്ള 2 എന്ന് പറയുന്ന നോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനും അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിലേക്കും റൈറ്റ് ചൈൽഡിലേക്കുള്ള ലിങ്ക് ഉണ്ട്. 3 എന്ന് പറയുന്നതിനും ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡിലേക്കുള്ള ലിങ്ക് ഉണ്ട്. ദെൻ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 2ഉം 3 എന്ന് പറയുന്നത് ലീഫ് നോഡുകളാണ്, അതായത് അവർക്ക് ഫർദർ ചൈൽഡ് നോഡ്സ് ഇല്ല. സോ അപ്പോൾ ഇവരുടെ ഈ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, നള്ളായിരിക്കും. ദെൻ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ടോപ്പ് മോസ്റ്റ് നോഡ് ഓഫ് ദ ട്രീ ആണ്. അതിൽ നിന്നാണ് നമുക്ക് ഈ ഒരു ട്രീ അല്ലെങ്കിൽ ട്രീ നിങ്ങൾക്ക് ട്രാവേഴ്സൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ റൂട്ടിൽ നിന്നായിരിക്കും തുടങ്ങുക. ദെൻ ലീഫ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് നോഡ്സ് ഇല്ലാത്ത നോഡുകളെയാണ് ലീഫ് നോഡുകൾ എന്ന് പറയുന്നത്. ദെൻ ഇൻറ്റേർണൽ നോഡ്സ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ചൈൽഡ് നോഡുള്ള നോഡുകളെ നമുക്ക് എന്തെന്ന് പറയാം, ഇൻറ്റേർണൽ നോഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ലീഫ് നോഡ് അല്ലാത്ത നോഡുകളെ ഇൻറ്റേർണൽ നോഡ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ആണ് ഇവിടുത്തെ ഇൻറ്റേർണൽ നോഡ് എന്ന് പറയുന്നത്. ദെൻ എഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നോഡുകളെ കണക്ട് ചെയ്തിട്ടുള്ള ലൈനാണ്. അപ്പം ഈ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടുള്ള ഒരു ടേമാണ് ഹൈറ്റ്. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എഡ്ജസ് ഓൺ ദ ലോങ്ങസ്റ്റ് പാത്ത് ഫ്രം ദ നോഡ് ടു എ ലീഫ്. അതായത് ഒരു നോഡിൽ നിന്നും അതിൻ്റെ ലീഫ് നോഡിലേക്കുള്ള ലോങ്ങസ്റ്റ് പാത്തിൽ, അതായത് ഇപ്പം നമുക്ക് റൂട്ട് നോഡിൽ നിന്നും ലീഫ് നോഡിലേക്ക് പല വഴിയിലൂടെ എത്താം, പല പാത്തിലൂടെ എത്താം. ദെൻ ലോങ്ങസ്റ്റ് പാത്ത് എത്രയാണോ അതിലെ നമ്പർ ഓഫ് എഡ്ജസിൻ്റെ എണ്ണം അല്ലെങ്കിൽ എഡ്ജസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ട്രീ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫ് നോഡുകൾ 1 3 ഒരു ലീഫ് നോഡാണ്, 5 ഒരു ലീഫ് നോഡാണ്, 4 ഒരു ലീഫ് നോഡാണ്. അപ്പോൾ ഈ ഒരു ലീഫ് നോഡുകളിലേക്കുള്ള പാത്തിൽ ആർക്കാണോ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് വരുന്നത്, സോ ദാറ്റ് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ട്രീ. ദെൻ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 1 ആയിരിക്കും, ഇവിടെ 5ലേക്ക് പോവുകയാണെങ്കിൽ 2 ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്, ദെൻ 4ലേക്ക് പോവുകയാണെങ്കിലും 2 ആണ്. സോ നമ്മൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ആയിട്ട് എടുക്കുന്നത് ഇതിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. ഇവിടെ ഇപ്പോൾ മാക്സിമം എന്ന് പറയുന്നത് 2 ആണ്. സോ ഹൈറ്റ് ഓഫ് ദ ട്രീ ഈസ് 2. ദെൻ ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം റൂട്ട് ടു ദ നോഡ്. റൂട്ടിൽ നിന്നും ഒരു നോഡിലേക്കുള്ള ആ ഒരു നമ്പർ ഓഫ് എഡ്ജസ്. ഇപ്പോൾ എനിക്ക് 4 എന്ന് പറയുന്ന നോഡിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഡെപ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ടിൽ നിന്നും അതിലേക്ക് എത്ര എഡ്ജുകൾ പാസ് ചെയ്തിട്ടാണ് നിങ്ങൾ 4ലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ 4ലേക്ക് ഞാൻ ആദ്യം ഒരു എഡ്ജ് 1 2. സോ ഡെപ്ത് ഓഫ് നോഡ് 4 എന്ന് പറയുന്നത് 2 ആണ്. നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം റൂട്ട് 1 to 4. ദെൻ ഡെപ്ത് ഓഫ് നോഡ് 3 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ നോഡ് 1 റൂട്ടിൽ നിന്നും 3ലേക്ക് എത്താനുള്ള നമ്പർ ഓഫ് എഡ്ജസ് ഇവിടെ എത്രയായിരിക്കും, 1 ആയിരിക്കും. സോ ഡെപ്ത് ഓഫ് നോഡ് 3 എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ അപ്പോൾ നിങ്ങൾ ഓരോ നോഡുകൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ റൂട്ട് നോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റും അതുപോലെ തന്നെ ഡെപ്തും ആണ് ഇതിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ റൂട്ടിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 0, അടുത്ത ഈ നോഡിൻ്റെയും ഈ നോഡിൻ്റെയും ഡെപ്ത് എന്ന് പറയുന്നത് 1 ആയിരിക്കും, അടുത്ത ഈ 2 ലീഫ് നോഡ്സിൻ്റെയും ഡെപ്ത് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഡെപ്ത് മീൻസ് റൂട്ടിൽ നിന്നും അതിലേക്കുള്ള നമ്പർ ഓഫ് എഡ്ജസ്. ദെൻ ഇനി ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് റൂട്ട് നോഡിൻ്റെ ഈ ഒരു ട്രീയുടെ ഹൈറ്റ് ആയിരിക്കും. റൂട്ടിൻ്റെ ഹൈറ്റാണ് നമ്മളുടെ ഒരു ട്രീയുടെ ഹൈറ്റായിട്ട് പറയാം. സോ ഇവിടെ ഈ ഒരു നോഡ് മാത്രം എടുക്കുമ്പം അതിനകത്ത് നിന്നും ഫർദർ ചൈൽഡ് നോഡ്സ് ഒന്നും ഇല്ല. സോ അതുകൊണ്ടാണ് ഈ നോഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0 ആയത്. ദെൻ ഈ ഒരു നോഡ് ഈ നോഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിൽ നിന്നും അതിൻ്റെ ലീഫ് നോഡുകളിലേക്കുള്ള മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ആണ്, ആ ഒരു പാത്തിലുള്ള മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ്. സോ ഈ ഒരു നോഡിനെ നിങ്ങൾ റൂട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നും ആകെ ഒരു ചൈൽഡുകൾ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ടാണ് അതിൻ്റെ ഹൈറ്റ് 1. ഇവിടെ ഇതിൽ ഫർദർ ചൈൽഡ് നോട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഹൈറ്റ് 0. ഓക്കെ. ദെൻ ലെവൽ ഓഫ് എ നോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്ത് വെച്ചിട്ടാണ് നമ്മൾ എത്ര ഡെപ്തിലാണുള്ളത്. സോ റൂട്ട് നോഡ് എന്ന് പറയുന്നത് നമ്മൾ ലെവൽ 0 എന്നാണ് പറയുക. ദെൻ ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്ത് എത്രയാണോ അതാണ് നമ്മളുടെ അതിൻ്റെ ലെവലായിട്ട് പറയുക. ഇത് ലെവൽ 1, ഇത് ലെവൽ 2. സോ ലെവൽ 0 1, ലെവൽ 1 എന്ന് പറയുന്നത് 2ഉം 3ഉം, ലെവൽ 2 4ഉം 5ഉം ആയിരിക്കും ഉണ്ടാവുക. ദെൻ സബ് ട്രീ എന്ന് പറയുന്നത് നമ്മുടെ ട്രീയുടെ തന്നെ ഒരു പോർഷനാണ്. ദെൻ അതിനകത്ത് വരുന്നത് ആ നോഡും അതിൻ്റെ ഡിസെൻഡൻറ്റ് നോഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചൈൽഡ് നോഡ്സുകളും കൂടെ ചേർന്നിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ട്രീയിൽ തന്നെ നമുക്ക് ഒരു സബ് ട്രീ എന്ന് പറയുന്നത് ഇതൊരു സബ് ട്രീ ആണ്. സോ അതിൽ നമുക്ക് 2 എന്ന് പറയുന്നത് അതിന് സബ് ട്രീയിൽ ഒരു റൂട്ട് നോഡ് നമുക്ക് കൺസിഡർ ചെയ്യാം 2. സോ 2 റൂട്ട് നോഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ 4 5 അതിൻ്റെ ചൈൽഡ് നോഡ് വെച്ചിട്ട് ഒരു സബ് ട്രീ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ദെൻ 3നെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സബ് ട്രീ ജനറേറ്റ് ചെയ്യാം, അത് 3 എന്നുള്ള നോഡ് മാത്രമായിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടുന്ന സം കീ ടേംസ് എന്ന് പറയുന്നത്. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോപ്പിലുള്ള റൂട്ട് ട്രീയുടെ ടോപ്പിലുള്ള നോഡിനെയാണ് റൂട്ട് എന്ന് പറയുന്നത്. ദെൻ പാരൻറ്റ് നോഡ് എന്ന് പറയുന്നത് എന്താണ്, ചൈൽഡ് നോഡ്സ് എന്താണ്, സിബ്ലിങ്സ് എന്താണ്, വാട്ട് ഈസ് എ ലീഫ് നോഡ്, സബ് ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെവൽ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ കീസ് എന്ന് പറയുന്നത് ആ നോഡിലുള്ള വാല്യൂ, നോഡിൽ ഹോൾഡ് ചെയ്യുന്ന വാല്യൂ എന്താണോ അല്ലെങ്കിൽ ആ നോഡിലുള്ള ഡേറ്റ എന്താണോ അതിനെയാണ് നമ്മൾ കീ എന്ന് പറയുക. ദെൻ ഇനി അടുത്ത ഒരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് എ നോഡ്. ഒരു നോഡിൻ്റെ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് ദാറ്റ് നോഡ്, ആ നോഡിൻ്റെ എത്ര ചൈൽഡ് നോഡ്സ് ഉണ്ട് അതിനെയാണ് നമ്മൾ ആ ഒരു നോഡിൻ്റെ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദെൻ ട്രീയുടെ ഡിഗ്രി എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ നമ്മളൊരു നോഡിൻ്റെ ഡിഗ്രീനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നോഡിൻ്റെ ഡിഗ്രി എന്ന് പറയുമ്പം ആ നോഡിന് എത്ര ചൈൽഡ് നോഡ്സ് ഉണ്ട് എന്നുള്ളതാണ്. സോ അപ്പോൾ ഈ ഒരു നോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ 3 ചൈൽഡ് നോഡ്സ് ഉണ്ടെങ്കിൽ, ഇതിന് 3 ചൈൽഡ് നോഡ്സ് ഉണ്ട്, ഇതിനും 2 ചൈൽഡ് ഉണ്ട്, ദെൻ ഇതിനാകെ ഒരു ചൈൽഡേ ഉള്ളൂ.
സോ അപ്പോൾ നമുക്ക് ഓരോ നോഡിൻ്റെയും നോഡിൻ്റെ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. ദെൻ ഇതിൻ്റെ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 2 ആയിരിക്കും. ദെൻ ഇതിൻ്റെ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഈ ഒരു നോഡിൻ്റെ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. സോ ഡിഗ്രി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നമ്പർ ഓഫ് ചിൽഡ്രൻ ഓഫ് ദാറ്റ് നോഡാണ് ഡിഗ്രി. ദെൻ ഡിഗ്രി ഓഫ് എ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഡിഗ്രി ഓഫ് നോഡ്സ് ഇൻ എ ഗിവൻ ട്രീ. ആ ഒരു ട്രീയിൽ ഏത് നോഡിനാണോ മാക്സിമം ഡിഗ്രി ഉള്ളത് അതാണ് ആ ട്രീയുടെ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ ഈ ഒരു ട്രീ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ട്രീൻ്റെ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം ഡിഗ്രി ആർക്കാണ് ഉള്ളത്? സോ ഇതിൽ ഈ ഒരു നോഡിനാണ് മാക്സിമം ഡിഗ്രി ഉള്ളത്. സോ ദാറ്റ് വിൽ ബി ദ ഡിഗ്രി ഓഫ് ദാറ്റ് ട്രീ. ആ ട്രീയുടെ ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും? 3 ആയിരിക്കും. ദെൻ പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോഡിൽ നിന്നും അതിൻ്റെ അല്ലെങ്കിൽ നമ്മളിവിടെ ഇതിനെ ഒരു സോഴ്സ് നോഡായിട്ട് എടുത്തു. ഇതാണ് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ നോഡെങ്കിൽ ഈ സോഴ്സ് നോഡിൽ നിന്ന് ഡെസ്റ്റിനേഷൻ നോഡിലേക്ക് നിങ്ങൾ കടന്നു വരുന്ന പാത്ത്. സോ അവിടെ ആ ഒരു എഡ്ജ്, ആ കോൺസിക്യൂട്ടീവ് എഡ്ജസിൻ്റെ ആ ഒരു സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പാത്ത് എന്ന് പറയുന്നത്. ദെൻ ഹൈറ്റ് ഓഫ് എ നോഡും ഹൈറ്റ് ഓഫ് എ ട്രീയും ഡെപ്ത് ഓഫ് എ ട്രീയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എങ്ങനെയാണ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ഹിയർ എ ഈസ് ദ റൂട്ട് നോഡ്, ദെൻ ബി ഈസ് ദ പാരൻ്റ് ഓഫ് ഇയുടെയും എഫിൻ്റെയും പാരൻ്റ് ആണ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദെൻ ഡി ഈസ് ദ സിബ്ലിംഗ് ഓഫ് ബിയുടെയും സിയുടെയും സിബ്ലിംഗ് ആണ് ഡി. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കറിയാം. ദെൻ ആരൊക്കെയാണ് ഈ എക്സ്റ്റേണൽ നോഡുകൾ എന്ന് പറയുമ്പോൾ ഈ ലീഫ് നോഡുകളെയാണ് എക്സ്റ്റേണൽ നോഡ്സ് എന്ന് പറയുന്നത്. ഇ എഫ് ജി ഡി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ നോഡ്സുകളാണ്. ഇൻറ്റേർണൽ നോഡ്സ് എന്ന് അറ്റ്ലീസ്റ്റ് 1 ചൈൽഡ് എങ്കിലും ഉള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻറ്റേർണൽ നോഡ്സ് എന്ന് പറയുന്നത്. ഹിയർ എ ഈസ് ഇൻറ്റേർണൽ, ബി സി ഒക്കെ ഇൻറ്റേർണൽ ആണ്. ദെൻ ഡെപ്ത് ഓഫ് എഫ് എന്ന് പറയുന്ന നോഡിൻ്റെ ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റൂട്ടിൽ നിന്നും ആ നോഡിലേക്കുള്ള നമ്പർ ഓഫ് എഡ്ജസ്. സോ റൂട്ടിൽ നിന്നുള്ള പാത്ത് എടുക്കുകയാണെങ്കിൽ ഇവിടെ 1, ഇവിടെ 2. സോ ഡെപ്ത് ഓഫ് എഫ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ദെൻ ഈ ട്രീയുടെ ഹൈറ്റ് എത്രയാണ്? അപ്പോൾ ട്രീയുടെ ഹൈറ്റ് നോക്കുമ്പോൾ ലീഫ് നോഡുകളിലേക്കുള്ള മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഏതാണോ, ലീഫ് നോഡുകളിലേക്കുള്ള പാത്തുകളിൽ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഏത് പാത്തിനാണ് വരുന്നത് അതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ലീഫ് നോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ അടുത്ത ലീഫിലേക്കുള്ളത് 2, ഹിയർ 2. ദെൻ ഇവിടെയും 2 ആണ്, ദെൻ ഇവിടെയും 2 ആണ്. സോ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2. സോ അതുകൊണ്ട് ഈ ഒരു ട്രീൻ്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ദെൻ എയുടെ ഡിഗ്രി എത്രയാണ്? എയുടെ ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന നോഡിന് എത്ര ചൈൽഡ് നോഡ്സ് ഉണ്ട്? സോ 3 ചൈൽഡ് നോഡ്സ് ഉണ്ട്. അതുകൊണ്ട് ഡിഗ്രി ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് വരിക? ഡിഗ്രി ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് വിൽ ബി ഈക്വൽ ടു 3. ദെൻ അതുകൊണ്ട് തന്നെ ഈ ട്രീയുടെ ഡിഗ്രി എന്ന് പറയുന്നതും എന്തായിരിക്കും? 3 ആയിരിക്കും. ദെൻ എന്താണ് ട്രീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ്സ് എ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ. നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലിങ്ക് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നോൺ ലീനിയാരിറ്റീനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനിലല്ല ഈ ഡേറ്റ നമുക്ക് സ്റ്റോർ ചെയ്യുന്നത്. കാരണം ഓരോ നോഡുകൾക്കും ഇപ്പം ഞാനൊരു ഫസ്റ്റ് നോഡ് ഇപ്പോൾ 1 എന്ന് പറയുന്ന നോഡെന്ന് പറയുന്ന ഒരു 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് നോഡെന്ന് പറയുന്നത് മേ ബി എനിക്ക് ഒരു 200-ൽ സ്റ്റോർ ചെയ്യാം. ദെൻ അതിൻ്റെ റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് മേ ബി ഒരു 500-ൽ സ്റ്റോർ ചെയ്യാം. 500 എന്ന് പറയുന്നത് മെമ്മറി ലൊക്കേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം 1 എന്ന് പറയുന്ന നോഡ്, അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ്, റൈറ്റ് ചൈൽഡ്. സോ അപ്പം ഇവിടെ അടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനിലല്ല നമ്മളുടെ ഡേറ്റാസ് അല്ലെങ്കിൽ ഈ ഒരു ട്രീയിലുള്ള ഡേറ്റാസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഓർഡേർഡ് അറേയുടെ എല്ലാ അഡ്വാൻറ്റേജസും നമ്മളവിടെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. ദെൻ സെർച്ചിങ് എന്ന് പറയുന്ന ഓപ്പറേഷനൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇൻസേർഷനും ഡിലീഷനും ഒക്കെ ഫാസ്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ട്രീസ് യൂസ് ചെയ്ത് കഴിയും. ദെൻ അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രീസ് ആയിട്ട് പറയാനുള്ളത്. ദെൻ ഇനി എവിടേക്കാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ട്രീസ് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ? അപ്പോൾ നിങ്ങൾ ഡയറക്ടറി സ്ട്രക്ചർ ഓഫ് എ ഫയൽ സ്റ്റോർ
അപ്പോൾ നിങ്ങൾ ഫയൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഫോൾഡേഴ്സ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു റൂട്ട് ഫോൾഡർ ഉണ്ടാവും. പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്കിപ്പം ഇപ്പം നിങ്ങൾ ഡി ഡ്രൈവിലേക്കാണ്, ഡി ഡ്രൈവിൽ നിന്നും എൻ്റെ ഒരു മൈൻ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, മൈൻ. ദെൻ അവിടെ എനിക്ക് മൈ പിക്ചേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോസ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്, ഫോട്ടോസ്. അതിനകത്ത് എനിക്ക് 1.jpg എന്ന് പറയുന്ന ഒരു പിക്ചർ ഉണ്ടെന്ന് വിചാരിക്കാം. സോ അപ്പം ഈ ഒരു രീതി, അതായത് ഇങ്ങനെ നമ്മൾക്ക് ഇവിടെ ഒരു ഹൈറാർക്കിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ റൂട്ട് എന്ന് പറയുന്നത് ഈ ഡി ഡ്രൈവാണ്. അതിനകത്തൊരു ചൈൽഡ് നോഡ് ഉള്ളതാണ് മൈൻ എന്ന് പറയുന്ന ഫോൾഡർ. അതിനകത്തൊരു സബ് ഫോൾഡർ ഉണ്ട്. അതിനകത്തുള്ള ഒരു ഈ ഫയലാണ് എൻ്റെ ഈ 1.jpg എന്ന് പറയുന്നത്. സോ ഈ ഒരു രീതിയിൽ ഓക്കെ, ഡയറക്ടറി ഫയൽ സ്ട്രക്ചറിനകത്ത് ഒരു ഡയറക്ടറി സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്താണ് യൂസ് ചെയ്യുക, ട്രീസ് ആണ് യൂസ് ചെയ്യുക. ദെൻ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിന് കൺവേർഷൻ, നിങ്ങൾ എക്സ്പ്രഷൻ കൺവേർഷനൊക്കെ കണ്ടിരുന്നു. ഇൻ ഓർഡർ, പ്രീ ഓർഡർ, പോസ്റ്റ് ഓർഡറൊക്കെ കണ്ടിരുന്നു. അപ്പോൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനും പ്രിഫിക്സ് എക്സ്പ്രഷനൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് ട്രീസ് ഹെൽപ്പ് ചെയ്യും. 3D വീഡിയോ ഗെയിംസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ റൂട്ടേഴ്സിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കംപ്രഷൻ അൽഗോറിതംസിലൊക്കെ നമുക്ക് ഈ ഒരു ട്രീ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നുണ്ട്.